ഹലോ, ഞാനിപ്പോൾ ഒരു കുറേ നാൾക്കായിട്ട് വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. ഏകദേശം ഒരു 2 വർഷത്തോളമായി ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട്. അത് നമ്മളൊന്ന് വ്ളോഗൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്യണതാണ്. ഇപ്പോൾ തായ്ലാൻഡാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ വന്നിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ വൈഫും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റത്തെ വെഡ്ഡിങ് കഴിഞ്ഞൊരു ഫസ്റ്റത്തെ ട്രിപ്പാണ്. അപ്പോൾ ഹണിമൂൺ ട്രിപ്പ് എന്ന് പറയാം. അപ്പോൾ ഞങ്ങളിത് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റിലാക്കി വെച്ചിട്ടാണ്. ഇനി ഈ പെട്ടി എടുത്തുക നേരെ പോവുക. ഇനിയിപ്പോൾ എന്തായാലും എയർപോർട്ടിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ നമുക്ക് വെളുപ്പിനെ 2 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 8-8:30 ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു 9 മണിക്ക് മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളൊരു പരിപാടിയാണ്. നമ്മൾ മെട്രോയ്ക്കാണ് പോണത്. നമ്മൾ മഹാരാജാസ് ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ നേരെ ആലുവയിലേക്ക് മെട്രോയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഫീഡർ ബസ് കണക്ട് ചെയ്തിട്ട് എയർപോർട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. ഇപ്പോഴത്തെ ടൈമിൽ നല്ല ബ്ലോക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു യൂബർ എടുക്കാണ്ട് ഇങ്ങനെ പോയത്. അപ്പോൾ എന്തായാലും നമുക്ക് എയർപോർട്ടിൽ വെച്ചിട്ട് കാണാം. നമ്മളിവിടെ ഫീഡർ ബസ് നോക്കി നിൽക്കണേണ്. മെട്രോ സ്റ്റേഷൻ ആലുവ ഇതുവരെ വന്നിട്ടില്ല. ലാസ്റ്റ് ബസ് 10 മണിക്കാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു 9:55 അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. ലാസ്റ്റ് ഡേ നമ്മുടെ എയർപോർട്ടിൽ ബസ് വന്നിരിക്കുന്നത്. നമ്മളിത് ഇവിടെ ചെക്ക് ഇൻ കൗണ്ടറിലെത്തി. ഇവിടെ ഒരാൾ ടെൻഷൻ അടിച്ചിരിക്കണേ. ഫസ്റ്റ് ഫ്ലൈയിങ്ങിൻ്റെ കൗണ്ടർ ഓപ്പൺ ആക്കിയിട്ടില്ല. കൗണ്ടർ ലയൺ എയറാണ്. അപ്പോൾ അതിൻ്റെ കൗണ്ടർ ഓപ്പൺ ആക്കിയിട്ടില്ല. ഒരു 15 മിനിറ്റ്സ് പിടിക്കുമെന്നുണ്ട്. സ്റ്റാഫ് വന്നിട്ടില്ല. ഞങ്ങളിപ്പോൾ ഏകദേശം 10:40 ഇവിടെ എയർപോർട്ട് എത്തിയപ്പോഴേക്കും. ഇതുവരെ കൗണ്ടർ ഓപ്പൺ ആക്കിയിട്ടില്ല. ഒരാളവിടെ പേടിച്ചിരിക്കുന്നത് ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ കാര്യം ഓർത്തിട്ട് ടെൻഷനാണ്. നമ്മൾ സെക്യൂരിറ്റി ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കോർട്ടിലൊന്നിരിക്കണേണ്. ഇവിടെ 2 ഫ്രൈഡ് ചിക്കനും വാങ്ങിച്ചിങ്ങനെ ഇരിക്കണേ. ലോഞ്ച് ആക്സസ് കാർഡ് വർക്ക് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ടിട്ട് പുറത്ത് വന്നിരുന്ന് കഴിച്ചു. ബോർഡിങ് ചെയ്ത് Ladies and gentlemen, now we are ready to depart to Dhamma International Airport, Bangkok, Thailand.
നമ്മളിത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ബസ് പിടിച്ചിട്ടാണ് പട്ടായയിലേക്ക് പോകുന്നത്. നമ്മൾ പാക്കേജ് ഒന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ പബ്ലിക് സർവീസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ A1 എന്ന് പറയുന്ന ഒരു ബസ് ഉണ്ട് ഇവിടെ. അത് കയറിയിട്ടാണ് നമ്മൾ കണക്ഷൻ വഴി പട്ടായയിലേക്ക് പോകുന്നത്. ഇത് നമ്മളുടെ മെയിൻ സ്റ്റേഷൻ വരെയുള്ളൊരു ബസ്സാണ്. അവിടെ നിന്ന് നമുക്ക് പട്ടായയിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട്. അവിടെ നിന്ന് 2.5 മണിക്കൂറാണ് പട്ടായക്കുള്ളത്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയത് ബസ്സിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പട്ടായയിലേക്കുള്ള മെയിൻ ബസ് പിടിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റ് കൂടിയേ ഉള്ളൂ. നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഒരു 1/2 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് മെയിൻ സ്റ്റേഷനിലേക്ക്. നമുക്ക് എയർപോർട്ടിൽ നിന്ന് പട്ടായയിലേക്ക് ഡയറക്റ്റ് ബസ് ഇല്ല. അപ്പോൾ നമുക്ക് കണക്ഷൻ എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ വേറൊരു ആദ്യമേ A1 എന്ന് പറയുന്ന ഒരു ബസ്സുണ്ട് അവിടെ നിന്ന്. അതിനകത്ത് കയറിയിട്ട് നമ്മൾ മോച്ചിട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വരണം. അവിടെ നിന്ന് നമ്മൾ പട്ടായയിലേക്കുള്ള ബസ് കിട്ടും. നമ്മളിത് ഇവിടെ ബസ് ഇറങ്ങി നമ്മളിത് ബാങ്കോക്ക് ബസ് ടെർമിനൽ എന്ന് പറയുന്ന ടെർമിനലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പട്ടായയിലേക്കുള്ള ബസ് നമ്മൾ നോക്കും. എന്നിട്ട് അവിടത്തേക്ക് ഒരു 2.5 മണിക്കൂർ ജേണി ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ബസ് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കാണാം. ഒരാൾ ബസ് ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടിയൊക്കെ ഇട്ട് പോകുന്നുണ്ട്. എടുക്ക്. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 42 ആണ് ഞങ്ങൾ പോകുന്നതിലേക്ക്. അങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോം 42-ൽ പട്ടായയിലേക്കുള്ള ബസ് കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലഗേജ് ലോഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. നമ്മുടെ ടിക്കറ്റിൽ ഒരാൾക്ക് 140 ബാത്താണ് അയക്കുന്നത്. 2 പേർക്കും കൂടി 280 ബാത്ത്. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ പാളം പാളം പാളം. ഒരു ട്രെയിൻ തന്നെ ഉണ്ടാകും. ഹലോ ഗൈസ്, നമ്മളിത് ഇവിടെ പട്ടായ ബസ് ടെർമിനലിൽ എത്തിയിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോട്ടലിലേക്ക് ചെക്കിങ്ങിന് പോകണം. 2 മണിക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് ഇപ്പോൾ 2 മണിക്കാണ് ചെക്കിങ്. അപ്പോൾ അത് ഇപ്പോൾ 12:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. അവിടെ ചെക്കിങ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. ഇപ്പോൾ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നാണ്. ബസ് ടെർമിനലിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഫുഡ് കോർട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഫുഡ് കഴിച്ച് ഒന്ന് ഫ്രഷപ്പായിട്ട് നേരെ നമ്മുടെ യൂബർ പോലത്തൊരു ആപ്പുണ്ട് ഇവിടെ, ബോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ടാക്സി ബുക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ നേരെ ഹോട്ടലിലേക്ക് പോകും. ഇതാണ് ടാക്സി ഡ്രൈവർ. പുള്ളി നമ്മളെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകണേണ്.
ടെർമിനലിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറുണ്ട് നമ്മുടെ ഹോട്ടലിലേക്ക്. അപ്പോൾ അവിടെ ചെക്ക് ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരം കുറച്ച് ഔട്ടിങ് കാര്യങ്ങളൊക്കെ പോകാനാണ് പ്ലാൻ. ആ ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ഒരു വലിയൊരു ബെഡുണ്ട്, പിന്നെ വാഷ്റൂമാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്, പിന്നെ ഒരു മിനി ഫ്രിഡ്ജ്, കോഫി മേക്കർ എല്ലാം ഉണ്ട് ഇവിടെ. ഒരു വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്, പിന്നെ TV. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഒരു വ്യൂ ആണ്. നമ്മുടെ വിൻഡോ തുറന്നാൽ കാണുന്നത് ബീച്ചാണ്, ഫുള്ള് ബീച്ച് ഏരിയ. അവിടെ ദൂരെ ചെറിയ ചെറിയ ഐലൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഫുള്ളൊരു ബ്ലൂയിഷ് കളറാണ് ബീച്ച് വരുന്നത്. നമ്മുടെ റൂമിൻ്റെ വാഷ്റൂമാണ്, ബാത്ത് ടബ്. ഈ ഹോട്ടല് 38 ഫ്ലോറുകളുണ്ട് ടോട്ടൽ. നമുക്ക് 15th ഫ്ലോറാണ് കിട്ടിയേക്കുന്നത്. അത്യാവശ്യം നല്ല വ്യൂ ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. നമുക്കിത് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ബീച്ചും നമുക്ക് അടിയിൽ പൂളൊക്കെ കാണാം. നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒന്ന് ഫ്രഷപ്പായി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാന്നുള്ള പരിപാടിയാണ്. ഇന്ന് നമ്മൾ അൽക്കസാർ ഷോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണം. പാക്കേജ് ഒന്നും അല്ലാത്തതുകൊണ്ടിട്ട് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നതുകൊണ്ടിട്ട് നമ്മൾക്ക് തോന്നിയ ടൈം എടുക്കാം. അതിനകത്ത് ഏകദേശം 3 ഷോകളോളം പെർ ഡേ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈമിങ് നമുക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഒന്നുകിൽ ഓൺലൈൻ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ പോയി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓൺലൈനിൽ ഞാൻ അഗോഡയിലാണ് നോക്കിയത്. അഗോഡയിൽ നോക്കിയപ്പോഴേക്ക് ഏകദേശം ഒരു 2000-ഓളം രൂപ വരുന്നുണ്ട്. ഇപ്പോൾ ഇനി അവിടെ ചെന്നിട്ടൊന്ന് നോക്കണം എങ്ങനെയാണെന്ന്. ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. നമ്മുടെ നാട്ടിൽ വെച്ചാണ് ബുക്ക് ചെയ്യാൻ നോക്കിയത്, നടന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ ചെന്നിട്ടൊന്ന് നോക്കണം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം കാണാം. ഞങ്ങൾ ഒന്ന് ഫ്രഷപ്പായിട്ട് പുറത്തേക്കൊന്ന് പോട്ടെ, എന്നിട്ട് ഞാൻ ബാക്കിയുള്ള വീഡിയോ ഒപ്പിടാം.